നമ്മുടെ ധ്യാൻ ശ്രീനിവാസന് മാത്രം എങ്ങനെയാണോ ഇതേപോലെ ഒരേ പേരുള്ള സിനിമകൾ റിലീസിന് വെക്കാൻ സാധിക്കുന്നതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ജയിലർ എന്ന സിനിമ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമയുടെ പേര് ജയിലർ എന്ന് തന്നെയായിരുന്നു. അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം ധ്യാൻ ശ്രീനിവാസനെ ഇപ്പോഴും പലരും ഇന്റർവ്യൂ സ്റ്റാർന്ന് വിളിച്ച് കളിയാക്കുന്നവരുണ്ട്. ഇങ്ങനെ കളിയാക്കുന്നവർക്ക് അറിയില്ലല്ലോ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്രത്തോളം സിനിമകളാണെന്നുള്ളത്. ഒരു വർഷത്തിൽ പുള്ളിക്കാരൻ മാത്രം എത്ര സിനിമകളാണ് വരുന്നറിയോ? അതിൽ പലതും ബോംബുകളാണ്, പലതും പൊട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് സിനിമകളാണ് ഇപ്പോഴും ഉള്ളത്. ആ ഒരു ജയിലർ എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് എന്റെ പൊന്നു 2024 തമിഴിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രം തന്നെയായിരുന്നു രജനീകാന്ത് നായകനായി എത്തിയ ജയിലർ എന്ന സിനിമ. അതേ ദിവസം തന്നെ അതേ പേരുള്ള സിനിമയാണ് ധ്യാൻ ശ്രീനിവാസന്റെ ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അന്ന് എന്തൊക്കെ തരം പൊല്ലാപ്പുകളായെന്ന് അറിയോ? ഒരുപാട് വൈറലായിട്ടുള്ള സംഭവം, അന്ന് ഒരുപാട് വാർത്തയായ സംഭവങ്ങളാണ്. തമിഴിലെ ജയിലറിന് ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന മലയാളത്തിലെ ധ്യാൻ ശ്രീനിവാസന്റെ ജയിലറിന്റെ ടിക്കറ്റ്. അങ്ങനെ എത്ര തരം കോമാളിത്തരങ്ങളും കോമഡികളും ഉണ്ടായതെന്ന് അറിയോ? എന്നാൽ അതൊക്കെ പോട്ടെ എന്ന് വെക്കാം. പക്ഷെ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ധ്യാനോത്സവം തന്നെയായി മാറിയിരിക്കുകയാണ്. 2025 പുതുവർഷത്തിൽ ടൊവിനോ തോമസിന്റെ നായകനെത്തിയ ഐഡന്റിറ്റി എന്ന സിനിമ. ആ ഒരു ഐഡന്റിറ്റി എന്ന സിനിമയുടെ ID എന്നുള്ള അതേ രൂപത്തിലുള്ള ഒരു പേര് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസന്റെ അടുത്ത പുതിയ സിനിമയുടെയും. ഇതൊക്കെ എങ്ങനെയാണ് മൂപ്പർക്ക് കഴിയുന്നത്? മൂപ്പര് ആ ദിവസം റിലീസാവുന്ന സിനിമയുടെ പേര് കോപ്പി അടിച്ച് തന്റെ സിനിമയ്ക്ക് ചേർത്തി വെക്കുന്നതാണോ എന്നൊന്നും അറിയുന്നില്ല. ഇതിന്റെ പിന്നിൽ എന്തെല്ലാം കളികൾ നടക്കുന്നുണ്ടോ എന്നോ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ഇതൊരു തരംഗമായിട്ടുള്ള ഒരു വൈറലായിട്ടുള്ള സംഭവം തന്നെയാണ്.